എന്നെ അവര് വെറുതെ പിടിച്ചോണ്ട് പോയതാ മോനോലി. പിന്നെ വെറുതെ പിടിച്ചോണ്ട് അവർക്കെന്നാ? സത്യമായിട്ടും മോനോലി ഞാൻ ടൗണിൽ പോകാൻ വേണ്ടി ബസ്സിൽ കയറിയായിരുന്നു. അപ്പൊ അതിനകത്തുള്ള 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റില്ലേ, അതിനകത്ത് ഞാനിങ്ങനെ രാജീവമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരുത്തൻ എന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കൊറോണയാണ്. ഓ അല്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണ്ട മോനോലി. പിന്നെ ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. ബസ് അടക്കം ക്വാറന്റൈൻ. എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ നടത്താൻ മലയാളി മാസ്ക് മാസ്ക് ഞാൻ ടേബിൾ തുടക്കാൻ എടുത്തു. മാസ്ക് എടുത്ത ടേബിൾ തുടക്കാൻ നാണമില്ലടാ, വൃത്തി വേണോടാ. മാസ്ക് എപ്പോഴും ഉപയോഗിക്കണം അറിയാമോ? എന്റെ മാസ്ക് ഇവിടെ, എന്റെ മാസ്ക് അടുക്കളയിൽ തേങ്ങാപ്പാൽ വഴിയെടുത്തു. ഞാൻ അമ്മച്ചിയെ കണ്ടു. ഇല്ല, പോലീസ് പിടിക്കുന്നതിന് മുമ്പ് അത് കഴിച്ചായിരുന്നു. ഞാൻ അപ്പോഴും കഴിച്ചിട്ടില്ല. ഹലോ മിസ്റ്റർ വരൻ, ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാനുള്ളത്? അല്ല, സ്മെല്ലൊന്നും വരുന്നില്ല. ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് പോയാ എന്താടാ പട്ടി? ഹിന്ദിക്കാരെന്ന് ഉദ്ദേശിച്ചാ പറഞ്ഞത്. സംഭവം മലയാളിയായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഉറങ്ങണ്ടേ? അവര് തന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. പക്ഷെ +2 ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയി. ഓണവും യൂത്ത് ഫെസ്റ്റിലൊക്കെ ഓർഗനൈസ് ചെയ്യാൻ സ്കൂൾ മുഴുവൻ ഓടി നടക്കുമ്പോ ഒരു 9ാം ക്ലാസ്സുകാരി പൂച്ചക്കണ്ണുള്ള സുന്ദരി കൊടിമീശക്കാരനായ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ പലവട്ടം ശ്രദ്ധിച്ചു. അവളെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു വൈകുന്നേരം ഞാൻ അവളെ സ്കൂളിന്റെ പുറകിൽ ആരും കാണാത്തൊരു മൂലയിലേക്ക് കൊണ്ടുപോയി. അന്ന് കണ്ടിട്ടുള്ള സിനിമയുടെ പരിചയം വെച്ച് ഞാൻ അവളെ ഒരു ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി എന്റെ കൈ ഇങ്ങനെ വെച്ചു. ചുറ്റും നോക്കി ആരും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ അവളെ ഇതൊക്കെ വീട്ടുകാരറിഞ്ഞ് അറേഞ്ച് ചെയ്യേണ്ട കാര്യമാണെന്ന് കൊച്ചു തൽക്കാലം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഉപദേശിച്ചു. ചായ നിങ്ങൾ തളർന്നില്ല ചായ, ഒരു മരണവിടല്ലേ, ഒന്ന് ചാടിച്ചാടി നിക്ക ചായ. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. റോഡിലാണോ പാവരിക്ക് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ. തീറ്റി വന്നിട്ടുണ്ട്. എന്തോ തീറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ വിശപ്പില്ല, കുറച്ച് കഴിഞ്ഞു വാ. എന്താന്ന് തീറ്റി? ഇല്ല, ഇയാൾക്ക് തീറ്റി ഇട്ട് തരാൻ വേണ്ടി ഞാൻ വളർത്തുന്ന മീനല്ലേ ഇയാള്. പറഞ്ഞ ടിക്കറ്റ് കാണിക്കാം. ടിവിന്ന് കൂടെ അടിച്ചോന്ന് നോക്കിയാട്ടെ. എടുത്ത കാശെങ്കിലും കിട്ടുമല്ലോ. ലോട്ടറി ടിക്കറ്റ് തരാനല്ല പറഞ്ഞത്. ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുറച്ച് കുട്ടികളൂടെ പണ്ടിരിക്കെ ടൂർ പോയിട്ട് മൈസൂർ ഭാഗത്ത് എവിടെയോ ടൂർ പോയ സമയത്ത് ആരോ കള്ളുകുടിയന്മാർ കള്ളു കുടിച്ചിട്ട് നിലത്തിട്ട ഒരു ബിയറിന്റെ കുപ്പിയിൽ ചവിട്ടിയിട്ട് ഈ ബിയറിന്റെ കുപ്പി കാലിന്റെ അടി കുത്തി കയറിയിട്ട് ഒരു കുട്ടിയാനെ ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അപ്പം പല കുട്ടികളൊക്കെ അതിന്റെ അടുത്തേക്ക് പോകാൻ മറന്നു. അപ്പം ഒരു കുട്ടി മാത്രം പതുക്കെ അതിന്റെ അടുത്തേക്ക് പോയി കാലിന്റെ അടിയിൽ നിന്ന് ഈ ബിയറിന്റെ കുപ്പി പറിച്ചു കൊടുത്തു. ആ കുട്ടിയാനെ ഇവനെ ഒന്ന് നന്നായിട്ട് നോക്കി. എന്നിട്ട് ഈ കുട്ടിയാനെ കാട്ടിലോട്ട് പോയി. കാലം കടന്നു പോയി. ഇവനെനിക്കൊരു മൃഗശാല കാണാൻ പോയപ്പം മൃഗശാലയിൽ ഇങ്ങനെ വലിയൊരു റിങ് പോലത്തെ സ്ഥലത്ത് കുറെ ആനകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരാന ഇവനെ നോക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവന് എന്തായിരിക്കും ഇങ്ങനെ കാണിക്കാൻ കാരണം എന്ന് ഇവനറിഞ്ഞില്ല. പിന്നെ ഒരു ആന ഇവനെ കണ്ടപ്പം ഇങ്ങനെ തല ഉലുക്കി കാണിക്കുന്നുണ്ട്. ഇവന് ഈ പഴയ ഓർമ്മകൾ വന്നു. ഇവൻ ചാടി ആ റിങ്ങിനകത്തേക്ക് കയറി ആ ഓടി ആ ആനയുടെ അടുത്തേക്ക് പോയി. ആ ആന ഇവനെ പിടിച്ച് നിലത്തറ ഒറ്റ അടി. ആ ആന ഇവനെ പിടിച്ച് നിലത്തറ ഒറ്റ അടി. ഞാനാ? എന്താ തന്റെ പേര്? രാമാനുജൻ. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ. ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. ദശരഥന് ഞാൻ അറിയാത്ത ഒരു ജാരസന്തതിയോ? സാറിന് മീശന്റെ എങ്ങനെ ഇരിക്കണേ? മീശ ജിമ്മിന് പോണ്ടോ? പിന്നെ എങ്ങനെ റാസ്കൽ? ഫോൺ വന്ന് എന്നോട് ചോദിക്കുവാണ്, ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്താണെന്ന് അറിയോ?
ഒരു ഡോഗ് പ്ലാന്റിന്റെ പേര് പറഞ്ഞേ. പ്ലൂട്ടോ. യെസ്. എനിക്കറിയില്ല. എനിക്ക് ഒട്ടുമേ അറിയില്ല. എല്ലാം ഡ്വാർഫ് പ്ലാന്റ്സ് പറഞ്ഞു. എന്നാ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് പ്ലൂട്ടോ, പിന്നെ ഹൗമിയ, മേക്മേക്, സെറസ്, എറിസ്. നമുക്ക് ബാക്ക് ബെഞ്ചിൽ പോയി ബാക്ക് ബെഞ്ച് അല്ല, നമുക്ക് ഡോറിൽ പോയി ഒറ്റക്കാലിൽ നിൽക്കാം. വേറെ ആനപ്പാപ്പാനായിരിക്കും. എന്റെ പണി പോകും ദൈവമേ. ആരാ ഇവിടെ താൻ ആരാന്ന് സൂചലും പറയൂലേ? ഞാനാരല്ലോ. അപ്പൊ ശരി, പിന്നെ കാണാം. ദിവസം ഇങ്ങനെ ടോപ്പപ്പ് ചെയ്യണത് ആരെയാണോ വിളിച്ചു ചേർക്കണത്? നമ്മളെ തന്നെ. ആ രാത്രി കൃത്യം 11 ഓൾ എന്നെ വിളിച്ചിരിക്കും. പിന്നെ പുലർച്ചെ വരെ മധുരോത്സവം. ഇത് ഞാനാ അന്റെ വാപ്പ അനക്ക് പ്രേമിക്കാൻ ഞമ്മടെ മകളെ കിട്ടിയുള്ളൂ. അന്റെ വാപ്പ പെരിച്ചായി ഉസ്മാൻ ഉണ്ടല്ലോ, ഓ ഞമ്മടെ പറമ്പ് അടിച്ചു മാറ്റിയ തേങ്ങേന്റെ കണക്ക് ഞമ്മടെ മാമന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എന്നാ പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിനിടാ, ഒരു നോബൽ സമ്മാനം കൂടി കിട്ടുമല്ലോ. തമാശക്കല്ലേ. ഏതായാലും പേര് മാറ്റാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ശക്തിയുള്ളൊരു പേര്. എന്നാ ശക്തിമാനെന്നാക്കാം. ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് ഹലോ എന്ന് പറയുമ്പം എടാ തിണ്ടി നക്കി കഴിവേറി പിശുക്കൻ തോമ ഉണ്ടോടാ അവിടെ നിന്ന് ചോദിക്കണം. അതെന്റെ അച്ഛനാ. തണൽ മരത്തിൽ കമ്പികൾ അടിച്ചു കയറ്റി വേര് നിർമ്മാണം. കൊള്ളാം. എന്നൊക്കെ നെഞ്ചിലടിച്ചിറങ്ങില്ല. മരത്തിനെ നശിപ്പിക്കാൻ വേണ്ടി. ഭാര്യയുടെ കാമുവിന് ഭർത്താവിന്റെ കാമുകി ചെകിട്ടത്തടി. തുടർന്ന് ഭാര്യയുടെ മക്കളും ഭർത്താവിന്റെ മക്കളും ചേർന്ന് അവർക്കുണ്ടായ മക്കളത്തിൽ ഇത് എഴുതിയളെ അവനുണ്ടായത്. അറിയണ്ട. സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി. നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കല. ഞാൻ പിടിക്കാൻ നോക്കിയതാ. ഇദ്ദേഹം ആനങ്കോട് ആസനത്തിലെ ആനങ്കോട് ആശ്രമത്തിലെ മഠാധിപതി സ്വാമി വൈകല്യാനന്ദ. വൈകല്യാനന്ദയോ? എന്താ ചട്ടനാണോ? ചട്ടനല്ല, പൊട്ടന. തൊട്ട് വായിക്കൂ. കാക്ക കണ്ടിട്ടുണ്ടോ? കാക്ക എങ്ങനെ ഇരിക്കും? കാക്കയുടെ നിറം എന്താണ്? കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട്? ഒരു പാൻകാമി, ഏറ്റങ്കാമി, തിരിച്ചൽക്കാമി. അതേത് കാക്കയ്ക്കാണ്? റേഷൻ കാർഡ് പാസ്പോർട്ടും ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേട്ടനിയന്മാരാണോടാ? ചിലപ്പോ ആയിരിക്കും. എന്റെ അച്ഛൻ ആളൊരു സഞ്ചാരി ആയിരുന്നു. അത് ശരിയാ. നിന്റെ അച്ഛൻ സഞ്ചരിക്കാൻ പോയപ്പോ എന്റെ അച്ഛൻ അവിടെ വന്ന് കയറിയതായിരിക്കും. ഹലോ, എക്സ്ക്യൂസ് മീ, ഇസ് ഇറ്റ് കിഴക്കൻ തറ? നിന്നെ വിളിക്കുന്നു. അതിന്റെ പാർട്സ് വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു വിട്ടതല്ലേ. എന്നിട്ട് അവ ഒരു ഒടുക്കത്തെ പോക്ക് വേണ്ടി ഇതുവരെ വന്നില്ലെന്നേ. നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സിംഗപ്പൂർ ആശാനോട് നമുക്ക് ചോദിക്കാം. നീ വന്നേ. എന്താ ശബ്ദം കേട്ട? അത് ഞാൻ വണ്ടിയിൽ ബ്രേക്ക് വയ്ക്കാൻ മറന്നുപോയി. ഈ സ്നൂക്കർ ഗെയിമിന്റെ ആരംഭം എന്ന് പറഞ്ഞ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. ബ്രിട്ടീഷ് ആർമി ഓഫീസേഴ്സാണ് ഈ ഗെയിം ആദ്യമായിട്ട് പ്ലേ ചെയ്തത്. 22 ഡിഫറെന്റ് കളേഴ്സ് ബോൾസും 6 ഹോൾസും. സാർ, ഇതിന്റെ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയ്യാപ്പളം എടുക്കനാ. ഞമ്മൾ ഇത്രയും നാളും തപ്പി എന്നിട്ട് ഇമാതിരി കളറിലൊരു മേശം ഞമ്മക്ക് കിട്ടിയില്ല. വേസ്റ്റ് ഇടാൻ കുയ്യുണ്ട്. എനിക്കിഷ്ടമുള്ള ഉണ്ണിയപ്പം. ഞാൻ പോയിട്ട് വരാം ചേച്ചി. നീ പോയി നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാരും അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന വലിയൊരു നടനായി
വേദനിപ്പിക്കല്ലേ അവനെ. അവിടെ തന്നെ അങ്ങ് നിന്നാ മതി. ഗോവിന്ദേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നുണ്ടാ ഇവനൊക്കെ ഓരോ പേര് വിളിക്കുന്നത്. രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ചാപ്പിലെ പണിക്കാര്, അവരുടെ കുടുംബം, ബന്ധുക്കള്, ചെത്തൊഴിലാളികള്, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്നത്. അവിടെ അങ്ങനെ കൊടിമരം പോലെ നിൽക്കണ്ട, ഔത്തൊക്കെ വന്നോളി. എന്റേതെല്ലാം എന്റെ മോൾക്കാണ്. എന്റേതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഓ, ഞങ്ങൾ അതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതിലൊക്കെ എന്തിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി. പിന്നെ ഈ വീടിരിക്കുന്ന സ്ഥലം എത്ര സെന്റ് വരും? പുള്ളിക്കാരൻ ഊണ് കഴിച്ചോണ്ടിരിക്കുക. കാര്യം എത്ര അർജന്റ് ആണെങ്കിലും ഉണ്ണുന്ന ചോറിനെ ബഹുമാനിക്കണമല്ലോ. പിന്നെ പിന്നെ ഇങ്ങോട്ട് വിളിച്ച കോളല്ലേ, എത്ര വേണേലും ബഹുമാനിച്ചോ. പിള്ള കഴിക്കുന്നില്ലേ? പിന്നെ മതിയോ? മതി. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വരുന്നില്ലേ? വരേ. അരവിന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാണ്. ഈ അമ്പലത്തിൽ പോകാനാണ് ഞാൻ ഇങ്ങനെ പോയത്. സഹിക്കാൻ അതളിയന് ഭാര്യയെ പേടിയുള്ളതുകൊണ്ടാ. ഹണി പൈസ തരുന്ന പിന്നെ നല്ലൊരു കഥയുണ്ടല്ലോ സിനിമയ്ക്ക് പറ്റിയത്. നെഞ്ചി തട്ടുന്ന കഥയാ. നെഞ്ചി തട്ടുന്ന കഥ. എന്താണ് പേരെന്താണ്? പേര് ബെനിയൻ. അച്ഛൻ ഭയങ്കരമായിട്ട് അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് അധ്വാനിക്കാൻ ശീലമുള്ള ആളായിരുന്നു. അപ്പൊ രാവിലെ മോർണിംഗ് വാക്കിന് പോയാൽ പോലും എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ടേ വരുള്ളൂ. അല്ലെങ്കിൽ കമ്മല, വളയ, മാല എന്തെങ്കിലും. അപ്പൊ ഞാൻ 6ാം ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് കെമിസ്ട്രി ലാബ് ആദ്യമായിട്ട് അപ്പൂപ്പന്റെ റൂമിൽ കയറി ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് കുറെ ട്യൂബൊക്കെ ഇങ്ങനെ വെച്ച്. അപ്പൊ ഞാൻ സംഭവിച്ചിട്ട് എന്തൊരു സംഭവം, വൈകുന്നേരം പോലീസ് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് പാറ്റായിരുന്നു സംഭവം. ആലോചിച്ച് നിൽക്കാതെ വക്കീൽ ഇതൊരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? ഗർഭിണിയായാൽ ഇൻഷുറൻസ് കാശ് കിട്ടാൻ വകുപ്പില്ല. എനിക്ക് കാശ് വേണ്ട, എന്റെ കുഞ്ഞിന് അച്ഛൻ മതി. അതാണോ കാര്യം? എത്ര അച്ഛന്മാരെ വേണം? ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിച്ചു വെച്ച് തോന്നാലും ഈ 500 സഹായിക്കും. 500 സഹായിക്കും. സഹായിക്കും. അത് നീ മതി ചോദിക്കുന്നത്, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. താഴേതാ അല്ല ചേട്ടന് എന്ത് ലോണാ വേണ്ടേ? എനിക്ക് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പശുവിനെ വളർത്താൻ ലോൺ. ഞാൻ പാല് കറന്ന് ജീവിച്ചോളാം. ഇനി മുടി പശുവിനെ വളർത്താൻ അല്ലേ? പക്ഷേ പശുവിനെ വളർത്താൻ ലോൺ തരാം. പക്ഷെ തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ എടുത്തോണ്ടു പോകും. അപ്പൊ കോഴീനെ വളർത്താനാണെങ്കിലോ? കോഴീനെ എടുത്തോണ്ടു. അപ്പൊ കാറ് ഓടിച്ചോണ്ടു. ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്തോണ്ടു. ലോൺ എടുത്ത് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതൊന്നുമില്ല, നമുക്കങ്ങ് പോയാലോ? അപ്പൊ ചാത്തനേറിന്റെ കാര്യം പറഞ്ഞില്ല. ചാത്തനേറുണ്ടോ? പിന്നെ ചാത്തനേറുണ്ടോന്നോ? ഇന്നാൾ എനിക്ക് ഡ്രൈവർ കിട്ടിയല്ലോ. ചാത്തനെറിഞ്ഞതല്ല, അപ്പുറത്തെ വീട്ടിൽ രമേനോട് രക്ഷയെ പിടിക്കാൻ പോയാ അവരുടെ ചാച്ചൻ ചൂടുകല്ല് കൊണ്ടുപോകാറായിരുന്നു. കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിനെ ലൈനിലാക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്. ഏത് പെൺകുട്ടി? ആ മെഡിക്കൽ ഷോപ്പിലല്ല, പെൺകുട്ടി, ആ യുവതി. ഞാൻ ഡെയിലി അവിടെ പോയി എന്തെങ്കിലും സാധനം മേടിക്കും. നമ്മൾ എത്ര ചിരിച്ചാലും ഭയങ്കര കലിപ്പാണ്. അല്ല, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അവളൊന്ന് നോക്കി ചിരിച്ചാ മതിടാ. അത്രേ ഉള്ളൂ. ബാക്കി ഞാനേ. ഉറപ്പാണോ? ഉറപ്പൊന്നുമില്ല, പോയി ട്രൈ ചെയ്ത് നോക്ക്. റൂബി റൂബി പേര് കൊള്ളാം. ഒരു സ്ട്രിപ്പ് എടുക്കട്ടെ? നല്ല മരുന്നാണോ? പിന്നെ ബെസ്റ്റ് മരുന്നാ. ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലോ? ചെറുതായിട്ടുണ്ടെന്നാ തോന്നണേ. 2 ദിവസത്തേക്ക് എരിവും പുളിയൊന്നും കഴിക്കണ്ട കേട്ടോ. ശരി. ഉപയോഗിച്ച വസ്ത്രങ്ങളൊക്കെ പുഴുങ്ങി അലക്കണം. പുഴുങ്ങിയോ? അലക്കാം. 121 രൂപ. 121? അല്ല, കുറഞ്ഞ മരുന്നൊന്നുമില്ലേ? ഇല്ല. കൃമികടിക്ക് ഇവിടെ ഒരൊറ്റ മരുന്നേ ഉള്ളൂ. കൃമികടിക്ക്. സാർ എന്തെങ്കിലും തരണേ സാർ. സാറിന് മനസ്സിലായില്ല എന്തോന്നു?
പിച്ചക്കാരനല്ലേ? അയ്യയ്യയ്യ, ഞാൻ സാറിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. കഴിഞ്ഞ ദിവസം സാറിന്റെ ഫോട്ടോ ഞാൻ ലൈക്ക് ചെയ്തിരുന്നു. എന്തെങ്കിലും തരണം സാർ. ആള് കൊള്ളാലോ. താങ്ക് യു. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഹൈടെക് പിച്ചക്കാരനെ കാണാം. എങ്ങനെ ആൾക്കാർക്ക് വല്ലതും തരാറുണ്ടോ എന്ന് ചോദിച്ചാ എന്തെങ്കിലും തരുന്ന നാറികളുണ്ട്, തരാത്ത നാറികളുണ്ട്. ഓ, ഈ തന്നിട്ട് തിരിച്ചെടുക്കുന്ന നാടുകളെ കണ്ടിട്ടുണ്ടോ? കണ്ടോ ഫേസ്ബുക്ക് തന്നെ ഇപ്പൊ തന്നെ അൺഫ്രണ്ട് ആക്കിക്കളെ നോക്കിക്കോ. ഇതെന്താണ് അള്ളിപ്പിടിച്ചിരിക്കണത്? അപ്പൊ പിന്നെ തങ്കക്കൂടെ എവിടെ പോകുന്നു മോനെ? എനിക്ക് സംസാരിക്കാൻ ഒരു താല്പര്യം രാവിലെ കിട്ടി. മോനെ മോനെ പൊന്നു മോനെ എന്നെ വിട്ടു പോകരുത്. അപ്പൂപ്പനൊരു കൈ അങ്ങനെ ആരുമില്ല. മരുന്നെന്തെങ്കിലും തീർന്നാലും അല്ല, പോയിട്ട് വരുമ്പോ അപ്പൂപ്പനൊരു പാക്കറ്റ് ഷമ്പു മേടിച്ചോണ്ട് വരും. அந்த ஆழ்த்தோழ்த்த பூபதி நானடா, அந்த அமர போட்ட பூபதியும் நானடா. പാപ്പ പാപ്പ പറഞ്ഞ സാധനം ഞാനേ മറന്നുപോയി. നിങ്ങൾക്കല്ലേ സംശയം ദൂരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കൂ. അമ്മ ചോദിക്കും. അത് ചേച്ചിക്കല്ലേ കൂടുതൽ സംശയം ചോദിക്കൂ. പാപ്പൻ പറഞ്ഞിട്ടാണോ ഇവനിത് വാങ്ങിച്ചത്? പറഞ്ഞു കൊടുക്ക് പാപ്പ. സന്തോഷം കണ്ട. നീ എന്ന് മുതൽ തുടങ്ങിയ മോനെ ഈ ശീലമൊക്കെ? ഇന്നലെ കാറിൽ വെച്ച് മുതലാളി സിറ്റിയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ലോഡ്ജ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇന്ന് മുതലാളി എന്താണാവോ ആലോചിക്കുന്നത്? നിന്റെ അമ്മയെ കെട്ടിക്കുന്ന കാര്യം ഞാനിപ്പോ. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? സിനിമയിൽ എന്താകുമെന്നാ നിന്റെ വിചാരം? അതെ, ലൈഫ് കുറച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ കയ്യിൽ കാശ് വേണം. കാശ് ലുക്ക് അമിത, ഇതൊരു നിവിൻ